ഹലോ ഗൈസ്, യജ്ഞ ഗുരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതൊരു ആൻഡ്രോയിഡ് ടീച്ചിങ് സീരീസ് ആണ്. ഇതിനകത്ത് നമ്മൾ എക്ലിപ്സിൽ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ടുള്ളതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആപ്പിൻ്റെ ആ സോഫ്റ്റ്വെയറിൻ്റെ കോൺഫിഗറേഷനാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ആദ്യമേ നമുക്ക് വേണ്ടുന്നത് സോഫ്റ്റ്വെയർ ഫയലാണ്. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഫയൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, സോ അത് ഇതായിരിക്കും, ഒരു സിപ്പ് ഫയലായിരിക്കും. ഈ സിപ്പ് ഫയൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്താൽ ഇതിനകത്ത് രണ്ട് വേറെ ഫയൽസ് ഉണ്ട്. ഇതാണ് ആ രണ്ട് ഫയൽസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫയൽസാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് 64 ബിറ്റ് വേർഷനാണ് കിടക്കുന്നത്. ഇത് എക്ലിപ്സിൻ്റെ ഒരു പോർട്ടബിൾ വേർഷനാണ്. പോർട്ടബിൾ വേർഷൻ എന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ലോഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ സാധനമായിരിക്കും നിങ്ങൾക്ക് ഫയലിൽ കിട്ടുന്നത്. 32 ബിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കാരണം എല്ലാവരുടെയും സിസ്റ്റം ഇപ്പം 64 ബിറ്റിലായതുകൊണ്ട് ഞാൻ അതാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്ലിപ്സിൻ്റെ സാധനം കിടപ്പുണ്ട്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ഇനി ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അപ്പം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ കൊണ്ടിടുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് സോഫ്റ്റ്വെയർസ് വരും, രണ്ട് ഫോൾഡേഴ്സ് വരും. ഇവിടെ ഇപ്പം 4 ഉണ്ട്. അതിൽ ഇതുമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഇതിൽ പോകണം. eclipse.exeക്കകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യണം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് വർക്ക് സ്പേസ് സ്ക്രീൻ. ഇവിടാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റോർ ആവാൻ പോകുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തേക്കാം. ഞാനിപ്പോൾ അതേ ഫയൽ ഫോൾഡറിൽ തന്നെ ഒരു ആപ്സ് എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്തോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്യാം. പക്ഷേ ആപ്പ് എല്ലാം സ്റ്റോർ ആവുന്ന സ്ഥലം അവിടെ ആയിരിക്കും. ആ ഫോൾഡർ ലൊക്കേഷൻ ഓർത്ത് വെച്ചോണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ലോഞ്ച് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുന്നവർക്ക് ഒരു വെൽക്കം സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ആ വെൽക്കം സ്ക്രീൻ റൈറ്റിലോ ലെഫ്റ്റിലോ കട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. ഇവിടെയാണ് നമ്മൾ ആപ്പ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യമേ നിങ്ങൾക്കിത് ബ്ലാങ്ക് ആയിരിക്കും, ആപ്പ് ഉണ്ടാക്കുന്നതനുസരിച്ചായിരിക്കും ഇത് ഫില്ലപ്പ് ആവുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് എമുലേറ്റർ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് SDK ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വിൻഡോസിൽ പോകണം. വിൻഡോസിൽ പ്രിഫറൻസസിനകത്ത് ആൻഡ്രോയിഡിൽ SDK ലൊക്കേഷൻ കണ്ടു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒരു ഫയലാണ് ആൻഡ്രോയിഡ് SDK. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എവിടെയാണോ കിടക്കുന്നത് അതിനകത്ത് ആ SDK ഫയൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുക്കുമ്പം ഇവിടെ 2 ഐറ്റം ലിസ്റ്റ് ആവും. APK 19 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ആൻഡ്രോയിഡ് 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു വെർച്വൽ മെഷീൻ ഉണ്ടാക്കണം. വെർച്വൽ മെഷീൻ അല്ലെ വെർച്വൽ ഡിവൈസ്. വെർച്വൽ ഡിവൈസിനകത്താണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ വെർച്വൽ ഡിവൈസ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ വിൻഡോസിൽ തന്നെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് മാനേജറിൽ വരണം. ഇവിടെ ഞാനിപ്പോൾ ഒരെണ്ണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫോൺ 1 എന്നുള്ള പേരിൽ. നിങ്ങൾക്ക് ഇത് ആദ്യമേ കാണത്തില്ല. അപ്പോൾ ആദ്യമേ ഉണ്ടാക്കണമെങ്കിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സസ് S480800 കൊടുക്കുക. ടാർഗറ്റ് ആൻഡ്രോയിഡ് 4.4.2 API 19. CPU ഒന്നും മാറ്റണ്ട, ഹാർഡ്വെയർ കീബോർഡ് പ്രസൻറ്റ്. ഈ ഓപ്ഷൻ വെച്ചാണ് നമ്മളിപ്പം എമുലേറ്റർ ലോഞ്ച് ആകുമ്പം അതിനകത്ത് മൊബൈലിൻ്റെതായ ഒരു കീബോർഡ് ഉണ്ട്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫിസിക്കൽ കീബോർഡ് ഉണ്ട്. അപ്പം ഹാർഡ്വെയർ കീബോർഡ് പ്രസൻറ്റ് എന്ന് വെച്ചാൽ ഇത് എനേബിൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സിസ്റ്റത്തിലെ ലാപ്ടോപ്പിലെ കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നതായിട്ട് അതിനകത്തോട്ട് വരും. മൊബൈലിലെ കീബോർഡ് ഓൺ ആവത്തില്ല. ഇത് ഓഫാക്കി വെച്ചാൽ മൊബൈലിലെ കീബോർഡ് ആയിരിക്കും ഓൺ ആവുന്നത്. സ്കിന്നിനകത്ത് നോ സ്കിൻ. ബാക്കി ഒന്നും ചെയ്യേണ്ട. ഇൻവാലിഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക.
കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെർച്വൽ ഡിവൈസ് ഓൺ ആവും, അല്ല ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ആക്കാൻ വേണ്ടി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി, വെർച്വൽ ഡിവൈസ് സ്റ്റാർട്ട് ആവും. ഓക്കെ, ഇത് നമ്മുടെ വെർച്വൽ ഡിവൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനി ബൂട്ടപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് എമുലേറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ആൻഡ്രോയിഡ് കിറ്റ്കാറ്റ് ബേസ്ഡ് മൊബൈൽ ഡിവൈസ് ആണ്. ഇതിനകത്താണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ അകത്തൊരു ഫസ്റ്റ് ആപ്പ് റൺ ചെയ്യുന്നതൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പം സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.